ഹലോ മക്കളെ, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് SSLCയിലെ കഴിഞ്ഞ മാർച്ച് 2024 ചോദിച്ച ക്വസ്റ്റ്യനാണ്. അതിനകത്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദ സീക്വൻസ് ഓഫ് പെരിമീറ്റേഴ്സ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് സൈഡ് 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റേഴ്സ്, 3 സെൻറ്റിമീറ്റേഴ്സ് ആൻഡ് സോ ഓൺ ടു ഫോം ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഓക്കെ, റൈറ്റ് ദ സീക്വൻസ് എഴുതുക. അതുപോലെ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് എന്താണ്? SSLC മാർച്ച് 2024 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യനാണ് നമ്മളിന്ന് ആൻസർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്ന് നമുക്ക് നോക്കാം. ദ സീക്വൻസ് ഓഫ് പെരിമീറ്റേഴ്സ് ഓഫ് സ്ക്വയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ക്വയേഴ്സിൻ്റെ പെരിമീറ്ററിൻ്റെ സീക്വൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണ് സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ. സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചെറിയ ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. എല്ലാ വശവും സെയിം ആയിട്ടുള്ള ഒരു ചതുരമാണ് ആക്ച്വലി സ്ക്വയർ എന്ന് പറയുന്നത്. എല്ലാ വശവും എന്തായിരിക്കും? അതിൻ്റെ സെയിം ആയിരിക്കും. കണ്ടോ? അപ്പോൾ സപ്പോസ് ഒരു സൈഡ് സാറ് എ എന്ന് കൊടുത്താൽ ഈ സൈഡും എ ആയിരിക്കും, ഇവിടെയും എ ആയിരിക്കും, ഇവിടെയും എ ആയിരിക്കും. ക്ലിയർ? യെസ്. അപ്പോൾ അങ്ങനെയുള്ള സ്ക്വയറുകളിൻ്റെ സൈഡുകൾ നമുക്ക് തന്നിട്ടുണ്ട് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു സ്ക്വയർ നമ്മളിപ്പോൾ ഇവിടെ വരയ്ക്കുകയാണെങ്കിൽ ഓരോ സെൻറ്റിമീറ്റർ നമ്മൾ ഒരു സ്ക്വയർ. ഓക്കെ, ദെൻ 2 സെൻറ്റിമീറ്റർ. അടുത്ത സ്ക്വയർ കുറച്ചുകൂടി വലുതായിരിക്കും, കാരണം 2 സെൻറ്റിമീറ്റർ ആണ്. 2, 2, 2, 2. ക്ലിയർ? ദെൻ അങ്ങനെ അടുത്ത 3 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വലുതായിരിക്കും. എന്താണ്? 3 സെൻറ്റിമീറ്റർ. ഓക്കെ, ക്ലിയർ? ഇതാണ് സ്ക്വയർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ഇത് ഇപ്പോൾ അടുത്തത് എന്തായിരിക്കും? 4 സെൻറ്റിമീറ്റർ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഈ ഒരു സ്ക്വയറിൻ്റെ സീക്വൻസസിൻ്റെ എഴുതാനാണ് പറഞ്ഞത്? നമ്മളോട് പെരിമീറ്റേഴ്സ് എഴുതണം. റൈറ്റ് ദ സീക്വൻസ്. അപ്പോൾ ഇതിൻ്റെ പെരിമീറ്റേഴ്സ് കണ്ടുപിടിച്ച് അത് സീക്വൻസ് ആക്കി നിങ്ങൾ എഴുതണം. ഓക്കെ, പെരിമീറ്റർ വളരെ ഈസിയാണ് മക്കളെ. നമ്മൾ ഈ ചുറ്റുപാടുമുള്ള വശങ്ങളെല്ലാം, അതായത് 4 വശങ്ങളെല്ലാം കൂട്ടുന്നതാണ് ആക്ച്വലി പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എ ആണ് ഒരു സൈഡ് എങ്കിൽ നമ്മൾ A+A+A+A, അതായത് 4A ആണ് പെരിമീറ്റർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഇത് നിങ്ങളുടെ മൈൻഡിൽ വേണം. 4A ആണ് പെരിമീറ്റർ. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫിഗറിലേക്ക് പോകും. അപ്പോൾ സാർ ഇവിടെ ഒരു സ്ക്വയർ വരച്ചിട്ടുണ്ട്. കണ്ടോ? ആ സ്ക്വയറിൻ്റെ ഒരു വശത്തിന് A എന്ന് കൊടുത്തു, അടുത്ത വശത്തിന് A, അടുത്ത വശത്തിന് A, അടുത്ത വശത്തിന് A. അപ്പോൾ 4 സൈഡും സാർ A എന്നാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ നിങ്ങൾ? ക്ലിയർ? 4 സൈഡും A, കാരണം എല്ലാ വശവും സെയിം ആയിട്ടുള്ള ഒരു സമചതുരമാണത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ പെരിമീറ്റേഴ്സ് കാണാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. മുകളിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ്? വാട്ട് ഈസ് ദ പെരിമീറ്റർ, അല്ലേ? ആ പെരിമീറ്ററിൻ്റെ സീക്വൻസ് ആണ് നിങ്ങളിവിടെ എഴുതേണ്ടത്. ഓക്കെ, യെസ്. അപ്പോൾ എന്താണ് പെരിമീറ്റർ? ഈ സൈഡുകളെല്ലാം, അതായത് A എന്ന് പറഞ്ഞ സൈഡ് പ്ലസ് അതുപോലെ തന്നെ അടുത്ത രണ്ടാമത്തെ സൈഡ്, ഓക്കെ, പ്ലസ് മൂന്നാമത്തെ സൈഡ് പ്ലസ് നാലാമത്തെ സൈഡ്. ഈ 4 വശം കൂടി കൂട്ടുന്നതാണ് നമ്മളുടെ പെരിമീറ്റർ എന്ന് പറയുന്നത്. 4 വശം കൂടി കൂട്ടുന്നത്. എന്താണ് സാർ? ഒന്നുകൂടിയും പറയാം. അതായത് ഫസ്റ്റ് സൈഡ് കണ്ടോ? ഈ ഒരു സൈഡ്, അതുപോലെ അടുത്ത സൈഡ്, ഈ ഒരു സൈഡ് നമ്മൾ കൂട്ടി. ഓക്കെ, പ്ലസ് അടുത്ത സൈഡ് രണ്ടാമത്തെ സൈഡ്, ഓക്കെ, പ്ലസ് മൂന്നാമത്തെ സൈഡ്, ഓക്കെ, പ്ലസ് നാലാമത്തെ സൈഡ്. കണ്ടോ? അപ്പോൾ ഈ 4 വശം കൂടി കൂട്ടുന്നതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പെരിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ 4 തവണ പെരിമീറ്റർ എഴുതുന്നുണ്ട്. A+A+A+A. കണ്ടോ? 4 വശം കൂടി കൂട്ടുന്നു, അപ്പോൾ 4 തവണ കൂട്ടുന്നു. അപ്പോൾ നമ്മൾ എഴുതേണ്ടത് എന്താണ്? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 തവണ A. കണ്ടോ? 4 × A. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ? പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ 4 × A അഥവാ 4A. ക്ലിയർ ആണോ? പെരിമീറ്ററിൻ്റെ ഇക്വേഷൻ എന്താണ്? 4 × A അഥവാ 4A. ഓക്കെ, അപ്പോൾ 4A ആണെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി 1 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, അങ്ങനെ നമ്മൾ ചെയ്യാൻ പോവുകയാണ്? ഓരോന്നിനും നമ്മൾ കൊടുക്കാൻ പോവുകയാണ്, അല്ലേ? അപ്പോൾ ആദ്യം സാറുടെ 1 സെൻറ്റിമീറ്റർ കൊടുത്തു. നല്ല ഡിവിട്ടുണ്ട്. 1 സെൻറ്റിമീറ്റർ കൊടുത്തു. 1 സെൻറ്റിമീറ്റർ കൊടുക്കുമ്പോൾ 1+1+1+1+, അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 4 തവണ 1 കൂട്ടണം എന്ന് പറയുമ്പോൾ ഉത്തരം 4 ആണ്. അല്ലെങ്കിൽ 4 × ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യുക. കണ്ടോ? എന്താണ് ചെയ്യേണ്ടത്? എല്ലാ സൈഡും 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, 1 സെൻറ്റിമീറ്റർ, അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു എയുടെ പ്ലേസിൽ 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ നമുക്ക് 4 × 1 4 എന്ന് എഴുതാൻ കഴിയും. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോൾ 1 സെൻറ്റിമീറ്റർ വരുന്ന ആ ഒരു സമചതുരത്തിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ
4 × 1 4 ഓക്കെ. അപ്പോൾ ഈ സീക്വൻസിൽ 1 സെൻറ്റിമീറ്റർ വരുന്ന ഈ സമയത്തിൻ്റെ എന്താണ് പെരിമീറ്ററിൻ്റെ അളവ് എത്രയാണ്? 4 × 1 അഥവാ 4 അപ്പോൾ ഒരെണ്ണം കിട്ടി. ഇനി അടുത്തത് ഇതുപോലെ 2 സെൻറ്റിമീറ്റർ വന്നാൽ എന്തായിരിക്കും? 4 × 2 8 ഓക്കെ. അതുപോലെ 3 സെൻറ്റിമീറ്റർ വന്നാൽ എന്തായിരിക്കും? 4 × 3 12 അങ്ങനെ പോകും. ഓക്കെ, അത്രയേ ഉള്ളൂ, ഈസിയാണത്. ഓക്കെ, യെസ്. അപ്പോൾ പെരിമീറ്റർ 4 കിട്ടി. ഇനി അതുപോലെ 2 സെൻറ്റിമീറ്റർ വരുന്നത് നോക്കാം. നമുക്ക് 2 സെൻറ്റിമീറ്റർ ഇതേപോലെ വേഗം ചെയ്യാം. നമുക്ക് 2 + 2 + 2 + 2 അതായത് 4 തവണ 2 4 × 2 ദാറ്റ് ഈസ് 8. ക്ലിയർ? ദെൻ 3 സെൻറ്റിമീറ്റർ വരുന്നത് നോക്കാം. 3 സെൻറ്റിമീറ്റർ എന്ന് പറയുമ്പോൾ ഇതുപോലെ 3 + 3 + 3 + 3 4 തവണ 3 എന്ന് പറഞ്ഞാൽ 4 × 3 4 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12. ക്ലിയർ? അപ്പോൾ ഇവിടെ നമ്മൾ ഫോം ആൻഡ് അരിത്തമാറ്റിക് സീക്വൻസ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സീക്വൻസ് നമ്മൾ എഴുതാനായിട്ട് പോവുകയാണ്. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് റൈറ്റ് ദ സീക്വൻസ്. 1 മാർക്കാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച ഈ ആൻസറുകളെല്ലാം കൂടി നമ്മൾ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ അതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് എന്താണ് പറഞ്ഞത്? നമ്മളൊരു സ്ക്വയർ പറഞ്ഞു അല്ലേ? ആ സ്ക്വയറിൻ്റെ എന്താണ് എല്ലാ വശങ്ങളും എത്രയാണ്? 1 സെൻറ്റിമീറ്റർ വീതമാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്രയായി? 4. ഓക്കെ, അതെങ്ങനെ കിട്ടിയത്? 4 × 1 സൈഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 4. അപ്പോൾ ഒരെണ്ണം 4 ആദ്യത്തെ ഈ സീക്വൻസിലെ ആദ്യത്തെ ആളെന്ന് പറയുന്നത് 4. ഓക്കെ, പിന്നെന്താണ്? 2 സെൻറ്റിമീറ്റർ. 2 സെൻറ്റിമീറ്റർ ആയെന്ന് പറയുമ്പോൾ 1 സെൻറ്റിമീറ്റർ കൂടി എക്സ്ട്രാ കൂടി. അപ്പോൾ ഇതൊരു സെൻറ്റിമീറ്റർ, ഇതൊരു സെൻറ്റിമീറ്റർ, മൊത്തം എത്രയാണ്? 1 + 1 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ 2 സെൻറ്റിമീറ്റർ, ഇവിടെ 2 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംയോജനം. അതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്തായിരിക്കും? 4 × 2 8. ക്ലിയർ? സോ 8 ആണ് അതിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, വീണ്ടും 3 സെൻറ്റിമീറ്റർ വീതമുള്ള ഈ പറയുന്ന സമചതുരം വരികയാണ്. അപ്പോൾ നമ്മളെന്താണ് 1 1 1 എന്ന് പറയുമ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ ഒരു സൈഡ് എത്രയുണ്ട്? 3 സെൻറ്റിമീറ്റർ ഉണ്ട്. അപ്പോൾ ഈ സൈഡ് 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ. ക്ലിയർ? യെസ്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയായിരിക്കും ഇതിൻ്റെ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ? പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 × 3 അതായത് 12 ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ കണ്ടെത്തിയ 4 8 12 ഈ 3 സംഖ്യകളെ നമ്മളിങ്ങനെ 4 8 12 എക്സെട്ര ഇങ്ങനെ എഴുതിയാൽ ഇതാണ് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 4 8 12 ഇങ്ങനെ പോകുന്നതാണ് ഈ സീക്വൻസ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ അടുത്ത 1 മാർക്ക് എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്? ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്താണെന്നാണ്. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ അറിയാം. ഡി കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടൈം ഇതാണ്, ദിസ് ഈസ് ഫസ്റ്റ് ടൈം. അപ്പോൾ സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കണം. അതായത് 8 - 4 ദ ആൻസർ ഈസ് 4. ഇത്രയേ ഉള്ളൂ പരിപാടി അല്ലേ? അപ്പോൾ നമുക്ക് കിട്ടിയ സീക്വൻസിൽ എടുത്ത് എഴുതി കഴിഞ്ഞാൽ 4 8 12 ആണ് നമ്മുടെ സീക്വൻസ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ് എന്നായിരുന്നു. അത് വളരെ ഈസിയാണ്. കോമൺ ഡിഫറൻസ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് സെക്കൻഡ് ടൈമിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറയ്ക്കണം. പിന്നെ അത് സെക്കൻഡ് ടൈം എന്ന് പറഞ്ഞാൽ ആരാണ്? x2, അതായത് 8 ആണ് സെക്കൻഡ് ടൈം എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ സെക്കൻഡ് ടൈം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ എഴുതിയ സീക്വൻസ് ആണ്. സെക്കൻഡ് ടൈം 8 ആണ്, ഫസ്റ്റ് ടൈം 4 ആണ്. ഇതിൽ നിന്ന് ഇത് കുറയ്ക്കണം. തിരിച്ച് ചെയ്യരുത്. പലരും തിരിച്ച് ചെയ്യും കേട്ടോ, അങ്ങനെ ചെയ്യരുത്. അപ്പോൾ ടൈംസിനെല്ലാം നമ്മൾ x1 x2 x3 എന്ന് അങ്ങനെ എടുക്കുകയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് x2 - x1 ആണ്. ദാറ്റ് ഈസ് 8 - 4 t = 4 കിട്ടും നമുക്ക് ആൻസർ. സോ ദിസ് ഈസ് അവർ ആൻസർ. ഇതാണ് നമ്മുടെ എന്താണ് ആൻസർ എന്ന് പറയുന്നത് 4. ഓക്കെ ആണല്ലോ? ഓക്കെ. സോ മക്കളെ, നമുക്ക് ഇതുപോലെ കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ സാർ ഒരു ബുക്ക് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് എന്താണ് വീഡിയോടൊപ്പം തന്നെ ഈ പറയുന്ന ഈ നോട്ട് നോക്കി സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നിങ്ങൾ നോക്കിയാൽ അറിയാം എന്താണ് 2024 ചാപ്റ്റർ വൈസാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2024 ചോദിച്ചിരിക്കുന്ന 2 മാർക്കിന് ക്വസ്റ്റ്യൻ ഇതാണ് നമ്മളിപ്പോൾ ചെയ്തത്. അതുപോലെ തന്നെ 4 മാർക്കും അതുപോലെ തന്നെ 3 മാർക്കിനും 5 മാർക്കിനും ഒക്കെ 2024 ചോദിച്ചിട്ടുണ്ട്. ഈ ചാപ്റ്ററിൽ നിന്ന് തന്നെ 15 മാർക്കിനോളം ചോദിച്ചിട്ടുണ്ടെന്നുള്ളതാണ് സത്യം. 5 മാർക്കിന് 2 ക്വസ്റ്റ്യൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, 4 മാർക്കിൻ്റെ ചോദിച്ചിട്ടുണ്ട്, 3 മാർക്കിൻ്റെ. അപ്പോൾ ആ ക്വസ്റ്റ്യൻസൊക്കെ പ്രാക്ടീസ് ചെയ്യുക. അതിൻ്റെ പ്രീവിയസ് 10 years പ്രാക്ടീസ് ചെയ്യുക. ഇതിപ്പോൾ എത്ര ബുക്ക് സിലബസ് മാറിയാലും ഈ ചാപ്റ്റർ മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിനകത്തുള്ള മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് കുറച്ചും കൂടി കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. താല്പര്യം
എന്നുണ്ടെങ്കിൽ സാറിൻ്റെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ വാട്സപ്പ് ചെയ്യുക. ഓക്കെ, അല്ലാന്നുണ്ടെങ്കിൽ ഈ വീഡിയോൻ്റെ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം അപ്ലൈ ചെയ്യുക. നമ്മുടെ ഈ ബുക്ക് നിങ്ങൾക്ക് എത്ര രൂപയ്ക്കാണ് എന്നുള്ളത് നിങ്ങൾക്ക് പിന്നീട് മെസ്സേജ് വരുന്നതായിരിക്കും. എന്തായാലും വളരെ ചെറിയ ഒരു എമൗണ്ടിനായിരിക്കും നമ്മൾ ഈ ബുക്ക് വിൽക്കുന്നത്. അത് നമ്മളിപ്പോൾ വീഡിയോയിൽ അത് പറയുന്നില്ല, കാരണം പിന്നീട് നമുക്ക് ഈ വീഡിയോ ചെയ്യാൻ കഴിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് അന്വേഷിക്കുക. താല്പര്യമുള്ളവർക്ക് കഴിഞ്ഞ 10 വർഷത്തെ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ടുള്ളതും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ ഓരോ ചാപ്റ്ററിൻ്റെയും SSCRT സൊല്യൂഷൻസും ഇതുപോലെ വീഡിയോ വിത്ത് ഈ കാണുന്ന രീതിയിൽ ടൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്കിത് എഴുതി പഠിക്കുകയും ചെയ്യാം. സംശയം ഉണ്ടെങ്കിൽ ഇപ്പോൾ സാർ നിങ്ങളെ പഠിപ്പിച്ച പോലെ വീഡിയോസ് കണ്ട് പഠിക്കുകയും ചെയ്യും. ഓക്കെ, താങ്ക് യു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.